ജി സുധാകരൻ എന്നൊരു കമ്മ്യൂണിസ്റ്റ്. അദ്ദേഹം ഇപ്പോൾ നല്ല കമ്മ്യൂണിസ്റ്റാണ്. നേരത്തെ കോൺഗ്രസ്സുകാർക്കും ബി ജെ പിക്കാർക്കും ഒക്കെ അദ്ദേഹം നല്ല കമ്മ്യൂണിസ്റ്റ് അല്ലായിരുന്നു. വി എസ് അച്യുതാനന്ദൻ മരിച്ചപ്പോൾ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മരിച്ചു. ഇതേ വാക്ക് തന്നെ പറഞ്ഞു. AKG മരിച്ചപ്പോഴും, അതേപോലെ തന്നെ EMS മരിച്ചപ്പോഴും, പി കൃഷ്ണപിള്ള മരിച്ചപ്പോഴും ഒക്കെ ഇതേ വാചകം തന്നെ പറഞ്ഞു. നയനാർ മരിച്ചപ്പോഴൊക്കെ ഇതൊരു പ്രതിഭാസമാണ്, ഇതൊരു പ്രൊപ്പഗണ്ടയാണ്. ഈ പ്രതിഭാസത്തെയും പ്രൊപ്പഗണ്ടയെയും ഞങ്ങളാരും വിലവയ്ക്കില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. പിന്നീട് ഇവർ പറയുന്ന വേറൊരു കാര്യമുണ്ട്. അവരൊക്കെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, മറ്റുള്ളവരൊന്നും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് അല്ല. അതെന്തിനാണ്? കമ്മ്യൂണിസത്തോടുള്ള സ്നേഹം കൊണ്ടാണ്? ഒരിക്കലുമല്ല. ഈ കമ്മ്യൂണിസം എങ്ങനെ തകർന്ന് കാണണം എന്നുള്ള ഇവിടുത്തെ വലതുപക്ഷ ശക്തികളുടെയും വലതുപക്ഷ മാധ്യമങ്ങളുടെയും ആശയം ജനങ്ങളിലേക്ക് പടച്ചുവിടുകയും ഒന്നും അറിയാത്ത ചില ആളുകൾ അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് അത് ശരിയാണ് എന്നുള്ള രീതിയിൽ വർത്തമാനം പറയുകയും ചെയ്യുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും വേണം. ബി കൃഷ്ണപിള്ള മരിച്ചപ്പോഴും, AKG മരിച്ചപ്പോഴും, EMS മരിച്ചപ്പോഴും, നയനാർ മരിച്ചപ്പോഴും, ഈ കഴിഞ്ഞ് നമ്മുടെ പ്രിയങ്കരനായ VS അച്യുതാനന്ദൻ മരിച്ചപ്പോഴും അവസാനത്തെ കമ്മ്യൂണിസ്റ്റും മരിച്ചു കഴിഞ്ഞു. ഈ രീതിയിൽ വർത്തമാനം പറഞ്ഞ് കമ്മ്യൂണിസത്തെ എതിർക്കുന്ന ആളുകളാണ്. കാരണം ഒരു പത്രമുണ്ടായിരുന്നു കേരളത്തിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നാൽ ഞാൻ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞത്. നിങ്ങൾക്കറിയാമോ, 1957 EMSന്റെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ എന്തിനു പറയുന്നു, ഇപ്പോൾ ലോകരാജ്യങ്ങൾക്ക് മുഴുവൻ വിനാശം വിതച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കൻ ചാര സംഘടനയായിട്ടുള്ള CIA കേരളത്തിന് വേണ്ടി പണമൊഴുക്കുകയും കേരളത്തിന് വേണ്ടി പണമൊഴുക്കിയതിൻ്റെ പേരിൽ ഈ വിമോചന സമരം എന്നുള്ള കോലാഹലം നടക്കുകയും വിമോചന സമരം നടന്നതിൻ്റെ പേരിൽ EMSന്റെ സർക്കാരിനെ പിരിച്ചുവിടുകയും ചെയ്തൊരു ചരിത്രമുണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് രേഖകളാൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഇത് കേരളത്തിൽ ഉള്ള രേഖകളുമാണ്. ലോകത്താദ്യമായി ഇലക്ട്രൽ ബാലറ്റിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പിരിച്ചുവിട്ട ചരിത്രമുണ്ട്. ഇതിന് പിന്നിൽ കളിച്ചതാരാണ്? അന്നത്തെ അമേരിക്കയുടെ ചാരസംഘടനയായിട്ടുള്ള CIA ആണ്. CIA ഇവിടെ പണം ഉപയോഗിച്ച് ഇവിടുത്തെ ആളുകളെ വിലയ്ക്ക് വാങ്ങി. അതിൻ്റെ പേരായിരുന്നു വിമോചന സമരം. ആ വിമോചന സമരം നടത്തുകയും EMS സർക്കാരിൻ്റെ ഗവൺമെന്റിനെ പിരിച്ചു വിടുകയുമാണ് ചെയ്തത്. അന്ന് തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് വിരോധമാണ്. ആ കമ്മ്യൂണിസ്റ്റ് വിരോധം പലപ്പോഴും പല ഘട്ടങ്ങളിലും അലയടിക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയെ ചൊടിപ്പിക്കാനുള്ള കാരണം എന്താണ്? അല്ലെങ്കിൽ ഇന്ത്യയിലെ പല ആളുകളെയും, വലതുപക്ഷ ആശയമുള്ള ആളുകളെയും ചൊടിപ്പിക്കാനുള്ള കാരണം എന്താണ്? 2 നിയമങ്ങൾ EMSന്റെ സർക്കാർ ആദ്യമേ തന്നെ കൊണ്ടുവന്നു. അതെന്തൊക്കെയാണ്? 1 ഭൂപരിഷ്കരണ നിയമവും, 2 വിദ്യാഭ്യാസ ബില്ലും. ഈ 2 ബില്ലുകളും കൊണ്ടുവന്നപ്പോൾ ഇവിടുത്തെ വലതുപക്ഷ ആളുകൾക്ക് അത് അത്ര സുഖിച്ചില്ല. അതായത് വലതുപക്ഷ രാഷ്ട്രീയക്കാർക്ക് അത്ര സുഖിച്ചില്ല. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജന്മികളായി നിന്ന ആളുകളുടെ ജന്മിത്വം നഷ്ടപ്പെടും എന്നുള്ളതും, രണ്ടാമത് സ്കൂളുകളിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കും എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ പദ്ധതിയെ